കാര്യങ്ങളിലാണ് രാഹുലിനെതിരായ ഓരോ ആരോപണങ്ങൾ വരുന്നത്. കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നു അതൊരു പ്രതിരോധം എന്ന മട്ടിൽ തന്നെയാണ് ആരോപണങ്ങളെ ഓരോന്നിനെയും കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ആദ്യം നടി പറഞ്ഞ ഒരു നടിയാണ് ആദ്യമായി ഇത് പറയുന്നത്. അതിലടക്കം ഇങ്ങനെ ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കരുതാൻ പറ്റും. ഞാൻ ആരോപണം വരുന്ന സമയത്താണ് അങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കുന്നത്. ഞാൻ അതിനു മുൻപ് ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുമായിട്ട് ആ കുടുംബവുമായിട്ടൊക്കെ അടുത്ത സൗഹൃദവും അടുത്ത ബന്ധവുമുള്ള എന്നെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയാൻ കുറച്ചൊക്കെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ തീർത്തും 100% ഒരു മാനിപ്പുലേറ്റർ ഈ ഒരു വിഷയത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 100% സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ആ ആദ്യം എൻ്റർ ചെയ്ത ഒരു ലേഡി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആണ് ഈ വിഷയത്തിനെ സമീപിച്ചത്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് അന്ന് പറഞ്ഞത് തന്നെ പറയുകയാണ്, എനിക്ക് അവരുടെ പേര് പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പേര് പറയുന്നത് കൊണ്ട് എനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ ഒരു ചോദ്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ എവിഡൻസ് ഞാൻ പുറത്തുവിടാനും തയ്യാറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഭയപ്പെട്ടല്ല ഞാൻ പേര് പറയാറുള്ളത്. പേര് പറയാതെ ഒരാളെ നിരന്തരമായി അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് അത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലും അല്ലാതെ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ പേര് പറഞ്ഞിട്ടില്ല, അയാൾ തിരുത്തപ്പെടണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ വലിയ വലിയ ഫിലോസഫീസ് പറയുക. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നു. സഹോദരിമാർക്ക് സ്വീകരിക്കാനാണെങ്കിൽ തിരുവല്ലയിൽ ഒരു ബ്രൂട്ടൽ ഇൻസിഡന്റ് നടന്നു. ഡോക്ടർ ആശ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസം നോക്കിയിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പരാതി പറയുകയല്ല, ഞാൻ തുറന്നു പറയുകയാണ്, എന്നെ അതിജീവിത എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു പറയാൻ തയ്യാറായ ഒരു ലേഡി വന്നപ്പോൾ എവിടെയായിരുന്നു ഈ സഹോദരിക്ക് വേണ്ടിയുള്ള നിലപാടെടുത്തവർ? ശ്രീനാദേവി കൊല്ലണ്ട പതുക്കെ മതി, പതുക്കെ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചിഞ്ചിഞ്ചായി നമുക്ക് മറുപടി പറയിക്കണം. അതാണ് കൊല്ലണ്ട, പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി പതുക്കെ സാവധാനം എല്ലാത്തിനും മറുപടി നമുക്ക് പറയിക്കണം. ശ്രീനാദേവിക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ചിലതൊക്കെ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. കാരണം അത് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇവർക്ക് ആർക്കും, ഇവർ വലിയ ഫിലോസഫിക്കാരാ. അയാൾ തിരുത്തണം. ആര് തിരുത്തണം? ആരാ തിരുത്തേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിലെ രാത്രി കാലങ്ങളിൽ സീക്രട്ട് ചാറ്റിലേക്ക് കൊണ്ടുപോയി തുറന്ന് കാണിച്ചു കൊടുത്ത ആളുകൾ, അവരല്ലേ തിരുത്തേണ്ടത്? കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് വിളിച്ചു വരുത്തിയ ആളുകളല്ലേ തിരുത്തേണ്ടത്? രാഹുലിനെ നിരന്തരമായി പിന്തുടർന്ന് രാഹുലിന് തുറന്നു വെച്ചു കൊടുത്തവര്, അവരല്ലേ തിരുത്തേണ്ടത്? രാഹുലിന് കടന്നു കൊടുത്തവര്, അവരല്ലേ തിരുത്തേണ്ടത്? രാഹുലിന് വേണ്ടി ഹോട്ടൽ മുറികളിൽ കാത്തിരുന്നവര്, വിരിപ്പ് ശരിയാക്കിയിട്ട് പാ ഇല്ലാത്തത് കൊണ്ട് പാ വിരിച്ചെന്ന് പറയുന്നത് ശരിയാവില്ല. ബെഡ് ഒരുക്കിയിട്ട് രാഹുലിന് വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ട് കാത്തിരുന്നവര്, അവരല്ലേ തിരുത്തേണ്ടത്? അല്ലേ? ചെറിയ എൻജോയ്മെന്റിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ ഹോട്ടൽ മുറികളിലേക്ക് വിളിച്ചു വരുത്തിയവര്, അവരല്ലേ തിരുത്തേണ്ടത്? ആരാ തിരുത്തേണ്ടത്? പിന്നെ നമ്മളെല്ലാവരും ഈ പറയുന്നത് പോലെ, ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതുപോലെ, ഇവളൊക്കെ എവിടെ നടി, എവിടെ, ഏത് നിമിഷം മുതൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2025 ഓഗസ്റ്റ് 20 മുമ്പ് ഈ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഈ ഡാഷ് മോളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ പറയുന്നത്? എന്താ നടിയാണ്. അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയത്, ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ ഞാൻ നടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫസ്റ്റ് ആരോപണം ഉന്നയിക്കുന്ന അന്ന് വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ ഞാൻ നടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? അങ്ങനെയല്ലേ ആദ്യത്തെ വാർത്താ സമ്മേളനം തുടങ്ങുന്നത്? ഈ നടിയാണ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെയുള്ള ജീവിത കാലയളവിൽ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഈ പറയുന്ന ആള് പോലീസുകാരെ അങ്ങോട്ട് പോയി ചോദിച്ചു, പരാതി പറയണം. ചോദിച്ചു എന്നല്ല, ആവശ്യപ്പെട്ടു, പരാതി എഴുതി നൽകണം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഞാൻ നടിയാണ് എന്ന് കേരളത്തോട് വിളിച്ചു പറയേണ്ടി വന്ന വ്യക്തി, ഇപ്പം മമ്മൂട്ടിക്ക് വന്നിട്ട് ഞാൻ നടനാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? മോഹൻലാലിന് ഞാൻ നടനാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? മഞ്ജു വാര്യർക്ക്, അങ്ങനെ പല ആളുകളും ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറയാം ആരാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന
വ്യക്തിയുടെ പേരെനിക്കറിയില്ല, സർവം മായ എന്ന് പറയാം, നിവിൻ പോളിയുടെ. അതിൽ നിവിൻ പോളിയുടെ പേരായിട്ട് അഭിനയിച്ച ആ ഒരു നടിയുണ്ടല്ലോ, അവർ കേരളത്തിൽ വന്നിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതായിരിക്കും. ആ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവർക്ക് ആദ്യം പറയണോ ഞാൻ നടിയാണ്, ഞാൻ നിവിൻ പോളിയോടൊപ്പം അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച ഞാൻ നടിയാണ് എന്ന് പറയേണ്ട അവർക്ക് ആവശ്യമുണ്ടോ? ഇല്ല, അവരെല്ലാവർക്കും അറിയാം അല്ലേ. ഇനി നമ്മുടെ ചോദ്യം, ഈ ഞാൻ നടിയാണെന്ന് പറഞ്ഞ റിനി ആൻഡ് ജോർജ് ഏത് സിനിമയിൽ ഏത് സീനിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഒരു സിനിമ പറഞ്ഞാൽ മതി, അത് ത്രൂ ഔട്ട് വേഷം വേണ്ട, ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരൊറ്റ സീൻ ധാരാളം, സമ്മതിച്ചു കൊടുക്കുക. അപ്പം എന്തായിരുന്നു പറഞ്ഞു വന്നത്? ഈ ഞാൻ നടിയാണ്, അവൻ നന്നാവാൻ വേണ്ടി, അവൻ തിരുത്താൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകൾ ആരായിരുന്നു തിരുത്തേണ്ടത്? അവനായിരുന്നില്ല തിരുത്തേണ്ടത്, ഈ കിടന്ന് കൊടുത്ത അവളുമാരായിരുന്നു തിരുത്തേണ്ടത്. ഹോട്ടൽ മുറികളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു തിരുത്തേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടെലഗ്രാം സീക്രട്ട് ചാറ്റുകളിലേക്ക് വിരിച്ചു വരുത്തി രാത്രികാലങ്ങളിൽ ഡേഷും തുറന്നു വെച്ച് കൊടുത്തവരായിരുന്നു തിരുത്തേണ്ടത് അല്ലേ. ഞാൻ ചില വേർഡുകൾ എനിക്ക് പറയണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ പറയാൻ പറ്റില്ല, അപ്പം അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അത്തരക്കാരല്ലേ തിരുത്തേണ്ടത്. എന്നിട്ട് വന്നിട്ട് ഞാൻ നടിയാണ്, ഞാൻ മോഡലാണ്. എന്തിൻ്റെ മോഡലാ? ഇനി വല്ല അഡൽട്ട് കണ്ടൻറ്റിൻ്റെയും മോഡലാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ആർക്കും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ റിനി ആൻഡ് ജോർജിന് പറയുന്ന ഞാൻ നടിച്ചു എന്ന് പറയാനുള്ളത് വല്ല ബ്ലൂ ഫിലിമിലും ആണെങ്കിൽ അത് നമുക്കറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതും ഒരു നടനമാണല്ലോ. ആ നടിപ്പിലാണോ ഇനി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അതല്ല, ഇനിയിപ്പോൾ വല്ല ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ് ഒക്കെ ആവാം, അറിയില്ല എന്താണെന്നുള്ളത്. എന്താണെങ്കിലും അത് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തേണ്ടതാണ്. പക്ഷേ റിനി ആൻഡ് ജോർജ് മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും റിനി ആൻഡ് ജോർജ് ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ റിനി ആൻഡ് ജോർജ് ഏറ്റവും ഒടുവിലായിട്ട് റിനി ആൻഡ് ജോർജിനോട് ആദ്യം രാഹുൽ മാങ്കൂട്ടം ചോദിച്ചു, പിന്നെ ശ്രീനാദേവി ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചോദിച്ച ചോദ്യമാണ്, എന്തിനായിരുന്നു രാത്രി 12:28 രാഹുൽ മാങ്കൂട്ടത്തെ കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് വിളിച്ചു വരുത്തിയത് എന്തിനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ രാത്രി കാലങ്ങളിൽ അതും 12:28 എന്ന് പറഞ്ഞ നട്ടപ്പാതിരാക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, വീട്ടിൽ റിനിയുടെ അപ്പനും അമ്മയും ഒക്കെ ഉറങ്ങുന്ന സമയത്ത് റിനി ബെഡ്റൂമിൽ കിടന്നിട്ട് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തിയിട്ട് എന്തായിരുന്നു അവിടെ ഏർപ്പാടുകൾ? ഇനി കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറയുന്നത് വല്ല കോഡുമാണോ? രാത്രി കാലങ്ങളിൽ വീട്ടിൽ അപ്പനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മതിൽ ചാടി വീട്ടിനകത്തേക്ക് കയറി വരാനുള്ള വല്ല സീക്രട്ട് കോട്ടുമാണോ ഈ കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറിയില്ല എനിക്ക്. അപ്പോൾ തിരുത്തേണ്ടത് ആരാ? ഫിലോസഫി പറഞ്ഞ ആളുകളോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമോ? ഫിലോസഫി പറഞ്ഞ ആളുകൾ തന്നെ. രാഹുൽ എവിടെയും തിരുത്താനൊന്നുമില്ല. അയാളെ പലരും നിർബന്ധിച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു. പലരും തുടരെ അയാളുടെ പിന്നാലെ കൂടി അയാളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ തനിക്ക് സ്വന്തമാവില്ല എന്ന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ തനക്ക് എന്നേക്കുമായി ഇവനെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ, അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം പ്രശ്നക്കാരനായതാണ്. അല്ല, ആക്കിയതാണ്. എന്തിനു വേണ്ടിയിട്ട്? തനിക്ക് കിട്ടാതെ വന്നപ്പോൾ അത് മറ്റാർക്കും കിട്ടരുത് എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ തനിക്ക് കിട്ടാത്ത സാധനം മറ്റു പലർക്കും കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ തനിക്ക് കിട്ടിയതിനെ അത് ലൈഫ് ടൈം ഉണ്ടാവില്ല, പാതി വഴിയിൽ മുറിഞ്ഞു പോയപ്പോൾ, പാതി വഴിയിൽ വെച്ച് അത് നഷ്ടപ്പെട്ടപ്പോൾ ഒക്കെ അവനെ വലിയ മോശക്കാരനാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതല്ലേ. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരുന്നു. പല പ്രതിഫലങ്ങളും ലഭിച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ അവരുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഇങ്ങനെയെങ്കിലും തനിക്ക് നാലാൾ അറിയണം, താൻ നടിയാണെന്ന് പലരും പറയണം. അതാണ് ഞാൻ പറഞ്ഞ നടിയാണ്. എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ സെൻസർ ബോർഡുകൾ, നമ്മുടെ നാട്ടിലൊരു സെൻസർ ബോർഡ് ഉണ്ടല്ലോ, ആ സെൻസർ ബോർഡുകൾ സർട്ടിഫൈ ചെയ്ത് നമ്മുടെ നാടുകളിലെ തിയേറ്ററുകളിലോ OTT പ്ലാറ്റ്ഫോമുകളിലോ തിയേറ്ററുകളിലോ ഒന്നും പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയിലും നടിച്ചിട്ടില്ല.
പിന്നെ നടിച്ചിരിക്കുന്നത് ഏത് സിനിമയാണ് എന്നുള്ളതാണ്. അത് മേ ബി ഞാൻ ഈ പറഞ്ഞതുപോലെ സെൻസർ ബോർഡുകൾ ഒരിക്കലും പരിഗണിക്കാത്ത വല്ല ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ആഫ്രിക്കൻ ഓർ ഏഷ്യൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പടങ്ങളിലായിരിക്കാം അഭിനയിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതിന് സാധ്യതകളുണ്ട്. അതിപ്പോൾ നമുക്ക് കാണാത്തത് കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റൂല അതിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എൻ്റെ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആവാൻ സാധ്യതകളുണ്ട്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. ചോദിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങളൊന്നും നടത്താറില്ല. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടൊരു പ്രതികരണം ഇന്നലെ കണ്ടു. ഞാൻ ബോൾഡ് ആയതുകൊണ്ടാ ജനങ്ങൾ എന്നെ സ്വീകരിക്കില്ല എന്ന്. യെസ്, അതെ, അങ്ങനെയാണ്. ജനം ഇത്തരക്കാരെ, ഈ പറയുന്ന ശരീരം വിറ്റ് ജീവിക്കുന്ന ആളുകളെ അവരുടെ പ്രതിനിധിയാവാൻ, അവരെ റെപ്രസെൻ്റ് ചെയ്യുവാനുള്ള ഒരവസരം അത്തരക്കാർക്കല്ല നൽകുന്നത്. കാരണം അത്തരക്കാരല്ല, ജനം അങ്ങനെയുള്ള ആളുകളല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് അവരുടെ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ആളുകളെയല്ല ജനങ്ങളെ നമ്മുടെ പ്രതിനിധി. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഒരു MLA എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ പ്രതിനിധി എന്നാണല്ലോ. അപ്പോൾ അത്തരം പ്രതിനിധികൾ ഇത്തരക്കാരല്ല വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതെന്തോ വലിയ വാശിയോടെയുള്ള മത്സരമായിട്ടല്ല, മറിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ച ചോദ്യങ്ങൾ, അല്ലെങ്കിൽ റിനി ആൻ ജോർജിനെതിരെ തൊടുത്തു വിട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ ഇന്ന് ഈ നിമിഷം വരെ യെസ് എന്നോ നോ എന്നോ ഒരു വാക്കുരിയാടൻ റിനി തയ്യാറായിട്ടില്ല. കാരണം എന്താ? ആ ഒരു ശ്രീനാദേവിയുടെ വെല്ലുവിളിയിൽ തന്നെ എല്ലാം ഉണ്ട്. കാരണം റിനിയെ ഇനി വാ തുറന്നു കഴിഞ്ഞാൽ അത് റിനിയുടെ അവസാനമാകുമെന്നുള്ളത് റിനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് റിനി മിണ്ടാത്തത്.